ഹലോ, എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു 7 മണി സമയത്തുള്ള ഒരു രംഗമാണ് ഇത് കേട്ടോ. അതായത് ദേവുട്ടി തലേന്ന് ചെയ്യാൻ ബാക്കി വെച്ച ഹോംവർക്കുകൾ ഇതാ രാവിലെ സമയം 7:05 ഉള്ളത്. ആ സമയത്ത് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കല. 8:30 വണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളേക്കൊക്കെ ചെയ്ത് തീർക്കണം. അതിന് വേണ്ടിയിട്ട് അമ്മ ക്യാമറ എടുത്ത് വരല്ലേ, ഇത് സ്കൂളിൽ മാഷ് കാണുവേ എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കാണട്ടെ, ഹോംവർക്കുകൾ തലേന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നത്. അടുക്കളയിൽ ഞാൻ അരി അരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓൾ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പോയിട്ട് വീഡിയോ എടുത്തതാട്ടാ. അപ്പോൾ ദോശയാണ് കേട്ടോ, ദോശക്ക് അരി അരച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തലേന്ന് കുതിർത്ത് വെച്ച അരിയും തേങ്ങയും പിന്നെ കുറച്ച് ചോറും പിന്നെ കുറച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഈസ്റ്റും കൂടിയിട്ട് പുതിർത്ത് വെച്ചിട്ട് രാവിലെ അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതെല്ലാം ഇടാൻ. തേങ്ങയെല്ലാം കൂടെ ഒരുമിച്ചിടാം. പിന്നെ രാവിലെ കഴുകരുത്, ഇതിനാവശ്യത്തിന് അരക്കാനുള്ള വെള്ളം മാത്രമേ വേണ്ടൂ. അപ്പോൾ അത് ഇട്ടിട്ട് പിന്നെ അപ്പാടെ രാവിലെ അരക്കുകയും വേണ്ട. അപ്പോൾ നല്ലൊരു ദോശയായിരിക്കും കേട്ടോ. നമ്മളങ്ങനെ തലേന്നേ അരച്ച് വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ ദേവുട്ടി ഇതാ ഹോംവർക്കെല്ലാം കഴിഞ്ഞിട്ട് ബ്രഷും എടുത്ത് മെല്ലെ അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ബ്രഷും എടുത്ത് പോയിട്ട് ഒരു അരമണിക്കൂർ അവിടെ പോയിരിക്കും. കുറേ സമയം ഇങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് അവിടെ ഇരുന്ന് ആസ്വദിച്ചിട്ട് വേണം ഓക്ക് പല്ല് വെക്കാൻ. രണ്ടാൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അരിയെല്ലാം അരച്ച് ആ ഭാഗമെല്ലാം തട്ടെല്ലാം അപ്പാടെ ഒന്ന് വൃത്തിയാക്കുന്നില്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പാട് പിടിച്ചിരിക്കും. അതുകൊണ്ട് അതെല്ലാം കയ്യോടെ അങ്ങ് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ നമ്മളെ മീൻകറി ഉണ്ടേനെ, അത് മുളകിട്ടത്, അന്ന് മീൻ മുളകിട്ടത് അതൊന്ന് ചൂടാക്കി വെച്ച് നമുക്ക് ദോശക്ക് എടുക്കാമല്ലോ. പിന്നെ ദേവുട്ടിക്ക് നല്ല ചുമയുണ്ടേനും. അപ്പോൾ രാവിലെ തന്നെ ആവി പിടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വെച്ചിട്ട് കപ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചതാണ്. അപ്പോൾ ഇവർക്ക് ആ ചുമയുള്ള സമയത്ത് ആവി പിടിച്ച് കഴിഞ്ഞാൽ നല്ലോണം മാറുന്നുണ്ട്. അപ്പോൾ ഈ ജലദോഷം വന്നാൽ മാത്രമല്ല, ഈ ചുമക്കും എല്ലാം നമ്മൾ ഈ പനിക്കൂർക്കലെല്ലാം ഇട്ടിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ദേവൂട്ടിക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചുമക്കെല്ലാം ആവി പിടിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ ദോശ ചൂടാൻ നോക്കുന്നത്. ആദ്യം വിചാരിച്ച് നോൺ സ്റ്റിക്കിൽ ചൂടാന്ന്, പിന്നെ വിചാരിച്ച് അതിൽ നല്ലത് ഈ കല്ല്, നമ്മളെ ഇരുമ്പ് ദോശക്കല്ലില്ലേ, അതിൽ തന്നെ ചുടുന്നതാണെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ നല്ലോണം എണ്ണയെല്ലാം ആക്കാമല്ലോ. നോൺ സ്റ്റിക്കിൽ അങ്ങനെ എണ്ണയൊന്നും ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ദേവുട്ടിക്ക് ആവി പിടിക്കേണ്ട വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അവൾ ചെയ്യുന്നതാണ് ഡെക്കറേഷൻ. അവളെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അവൾ എന്തെല്ലോ ഗിഫ്റ്റെല്ലാം ആക്കലാന്ന്. അവളെന്നെ കവറെല്ലാം അടച്ച് വെച്ച് ഡിസൈനെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ സ്കൂളിൽ പോയി. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ രാവിലത്തെ പരിപാടി ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ടേ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കലുള്ളൂ, മിറ്റം അടിക്കാൻ. അപ്പോൾ അവർ പോകുന്നതിലിടക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിന് ആവൂല. അതായത് വണ്ടി വരുമ്പോഴേക്ക് ദേവുവിന് മുടികെട്ടലും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ആവില്ല. അതുകൊണ്ട് സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ നിൽക്കുള്ളൂ. പിന്നെ മുറ്റത്ത് അത്രേ ചപ്പ് ചവറെല്ലാം ഉണ്ടാവുള്ളൂ. ചില സമയത്തെങ്ങാനും അധികം ഉണ്ടാവില്ല. ഇന്നങ്ങനെയൊന്നും ഇല്ലേനും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മൾക്ക് ഇന്ന് ചെറിയൊരു റിസപ്ഷൻ ഉണ്ട്. എൻ്റെ ഒരു റിലേഷൻ്റെ ആണ്. അപ്പോൾ എൻ്റെ വീട്ടിലങ്ങ് നാട്ടിലാന്ന്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞാനൊന്ന് ടൗണിൽ പോയേരെടുത്ത വീഡിയോ ആണ്. വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ത്രെഡ് ചെയ്യാൻ കയറിയതാണ്. കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ ഇവൾ വലിയ കലക്കും മറിക്കും ഫേഷ്യൽ ചെയ്യുന്നതെന്നല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. മുടിയെല്ലാം കഴിച്ചിട്ടുണ്ടെന്തോ ഹെയറിലെന്തോ ചെയ്യുന്നതെന്നായിരിക്കുമല്ലോ. ഒന്നുമല്ല, ഒന്ന് ത്രെഡ് ചെയ്യാൻ കയറിയേരം. അപ്പോൾ അവിടെ കുറച്ച് തിരക്കേനും, അന്നേരം ഞാൻ വെറുതെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ധാനുട്ടിയെല്ലാം ഉണ്ട്. നമ്മളവിടെ മോനൂട്ടിന് ചെറിയൊരു ജലദോഷമെല്ലാം വന്നിന്. അപ്പോൾ മോനൂട്ടിന് ഹോമിയോയിലാണ് കാണിക്കൽ. അപ്പോൾ ഹോമിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഉള്ള അവരെ കുരുത്തക്കേടുകളാകുന്നത് ധാനുവിൻ്റെയും ദേവുവിൻ്റെയും അമ്പാടീൻ്റെയും. നീ വന്നാ വീണിട്ട് പണിയാക്കുന്ന അതങ്ങനത്തെ കനാലല്ല, അത് ഓവുചാലാണ്. അതിൽ വീണ നല്ല രസം ഉണ്ടാവും. അത് ഈ വേസ്റ്റ് എല്ലാം പോകുന്നതാണേ ടൗണില്. വേലത്ത് നിൽക്കണേ അമ്പാടി കൈ ഞാൻ എടുക്കണം. അമ്മേന്റെ കൈ നീട്ടി ഇങ്ങനെ വെക്കും. അന്റെ കൈ എന്തിനാ അമ്മയാക്കുന്നത്? അന്റെ കൈ അമ്മയാക്കുന്നത് അമ്മ തന്നെ കൈ വേനെടുപ്പിക്കാന്ന് പറയാ. ഇങ്ങനെ കൊട്ടോല ഒരുമിച്ചിട്ടുണ്ട്. അമ്മ ആക്കുമ്പോ കൊട്ടി ഇങ്ങനെയാണ്. അങ്ങനെ ആക്കുമ്പോ വേദന എടുക്കുക. കൊട്ട നേരെ ഇങ്ങനെ തന്നെ ആക്കണം. വേറെ ഇങ്ങനെ ആക്കുക.
നമ്മൾ ഊഞ്ഞാലാടിയല്ലോ ഡോക്ടർ സൂചി വെച്ചാ ഡോക്ടർ എന്നാ പറഞ്ഞ സൂചി വെച്ചാ അപ്പോൾ നമ്മൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കലാന്ന് വെടക്കത്തേരൻ ഉണ്ടാക്കും ഭയങ്കര വിശപ്പ്. അപ്പോൾ ചായ കുടിക്കാന്ന് വെച്ച് കയറിയതാന്ന്. ദേവൂട്ടിയാണെങ്കിൽ ആ ബോർഡ് കാണുമ്പോൾ അത് മതിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൈ നീട്ടലാന്നേ. അപ്പോൾ ചുമ നല്ല ചുമയുണ്ടാവും കൊണ്ട് അതൊന്നും വാങ്ങിക്കൊടുത്തില്ല. ചായയും ചെറിയ കടിയും വാങ്ങിക്കൊടുത്തു. ദേവുട്ടിക്ക് അബദ്ധം പറ്റി. ഈത്തപ്പഴം 2 ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഓള് വിചാരിച്ച് സാധാ വീട്ടിൽ എപ്പം വാങ്ങുന്ന ഈത്തപ്പഴമാണ്. നോക്കുമ്പോൾ ഈത്തപ്പഴം പൊരിച്ചതാണെന്ന് അറിയില്ലേനും. അപ്പം അത് കൊണ്ടുവന്നേരാന്ന് അറിയുന്നത്. അപ്പം അങ്ങനെ ഓക്കും ഒന്ന് വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം എടുത്ത വീഡിയോ ആണേ. അപ്പോൾ വീട്ടിലെത്തിയപാടെ അമ്മ നല്ല കർമ്മൂസ് പഴുത്തത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുറിച്ച് തിന്ന്. അപ്പോൾ ഇവർക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കലാന്നേ. അപ്പോൾ ഒന്ന് ജ്യൂസ് അടിച്ച കോലമാണ് ഈ കണ്ടത് കേട്ടോ. ജ്യൂസ് ഫുൾ അതിൻ്റെ മൂടി ടൈറ്റല്ലേനും ഫുള്ള് മേത്തായി. അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം മാറി വന്ന്. പിന്നെ ഇത് നാട്ടു ചെറിയ 2 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദേവൂട്ടി വന്നേരം തൊട്ട് ആടിൻ്റെ പുറകെയാന്നേ. അതിൻ്റെ ടൈമിൽ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ആടിൻ്റെ പുറകെ തന്നെയാന്നോള്. അമ്മയാടാന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുക്ക വരൂ. കൊടുക്ക്, അതിന് ചപ്പ് കൊടുക്കറാ. അതിൻ്റെ കയ്യിൽ ചപ്പ് കണ്ടിട്ടല്ലേ. അതിന് പിടിച്ചോ, കുട്ടികളെ പിടിച്ചോ. ആട് കുത്താൻ നോക്കണേ. ഓടിപ്പോന്നാ അയ്യോ പിടിക്കണോ? ദേവൂട്ടി ആട്ടിൻകുട്ടീനെ പിടിച്ചിട്ടെങ്കിൽ പോടാ, ഞാൻ തരൂല. ഇങ്ങോട്ടൊക്കെ അങ്ങനെ വീണ് പോയെ. നോക്ക് അടുത്തേക്ക്. രണ്ടിനെങ്കിൽ വാ, പേടിത്തൂരിയത് നടച്ചടച്ച തല കരയുന്നു. ബ്രൗണിനെ പിടിക്കണമെന്നുണ്ടേനു. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഓടണ്ട. അപ്പോൾ അവൾ ആട്ടിൻ്റെ അടുക്കൽ നിന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏച്ചി വരുന്നുണ്ട്. ഏച്ചീനെ ബസ് നിർത്തി ഒച്ച കേട്ടിട്ട് അപ്പാടെ അവൾ ഓടിയതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ്. ആ വീഡിയോയിൽ എന്നെ പിടിച്ചേക്കരുത് നങ്ങുന്നേ വിളിച്ച് പറയുന്നുണ്ട്. ഇനി ഇത് അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ കാണുമ്പോൾ ചിലപ്പം എന്നെ ശരിയാക്കും. അതോടി അപ്പം ഞാൻ കാണാതെ പിടിച്ചത് തന്നെ ആ കള്ളത്തി ദേവൂട്ടി അപ്പാടെ മിനിമം ഏതാ പിടിക്കുന്നതെന്നും പറഞ്ഞിട്ട് വിളിച്ച് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു ഭാഗത്ത് പെട്ടിട്ടുണ്ട്. ഇനി എൻ്റെ കാര്യം നോക്കാം. ചിലപ്പോൾ വീഡിയോയിലൊന്നും നിൽക്കാൻ അവർക്കൊന്നും ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ നിർബന്ധിക്കലുമില്ല. പിന്നെ ഞാൻ വെറുതെ ഒരു രസത്തിനെടുത്തതാണ്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് വിറകുണ്ടേനു ഒടിക്കാൻ. നമ്മളെ ആ മുന്നിലത്തെ പറമ്പിൽ തന്നെയാണ് റബ്ബറെല്ലാം കൊത്തിയതുണ്ടേനു. കുറച്ച് നല്ലോണം ഉണങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ പോയ സമയമായി നമ്മളവിടെയുള്ള സമയമായതുകൊണ്ട് ഒന്ന് കൊത്തി ഒടിച്ചതാണെല്ലാം. വേഗം കൊത്താൻ കിട്ടുന്നുണ്ട്. നല്ലോണം ഉണങ്ങീന്. പക്ഷേങ്കിൽ ആ ഒരു ചവിട്ട് മാത്രമേ ഏറ്റില്ല. ഞാൻ വിചാരിച്ച് വേഗമാവുന്നു, പക്ഷേ അത് ഏറ്റിട്ടില്ല.
അങ്ങനെ നമ്മൾ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സ്റ്റേജും പരിപാടികളും അലങ്കാരങ്ങളും എല്ലാം നല്ല ഭംഗിയുണ്ടേനും കേട്ടോ കാണാൻ. ഫുൾ ലൈറ്റ് മഴവേനും. അപ്പോൾ ഇതെല്ലാം അമ്പാടിയാണ് വീഡിയോ എടുത്തത്. എനിക്ക് ഇപ്പം ആളുകളെ മുമ്പിലെത്തുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാനൊരു മടിയാണ്. ആളുകൾ ഫേസ് ചെയ്യാനൊരു മടി. ഞാനിങ്ങനെ അവിടെ സഭയിൽ അങ്ങ് ഇരുന്നു. പക്ഷേ അമ്പാടിനോട് പറഞ്ഞു, മോനെ ഒന്ന് പോയിട്ട് എല്ലാ വീഡിയോസെല്ലാം ഒന്ന് കവർ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇതാ ശ്രീയേട്ടനുണ്ട്, ഞാൻ, ഏച്ചിയുണ്ട്, മാമനുണ്ട്, ഇളയമ്മയുണ്ട്, അമ്മായിമാരുണ്ട്, ഏട്ടനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഓരോരുത്തരെ എടുത്തു പറയാൻ നോക്കിയാൽ എല്ലാവരും ബന്ധക്കാർ തന്നെയാണ്. 2 കസിൻസ് ആണ്, 2 അനിയത്തിമാരാണെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സമയമല്ലേ നമ്മളെ ഇങ്ങനെ ഒരു കല്യാണം, കുടുംബത്തിലൊരു കല്യാണം വരുമ്പം അല്ലെങ്കിൽ ഒരു വീട്ടിൽ കൂടെ വരുമ്പം അങ്ങനെയല്ലേ നമ്മളെല്ലാവരെയും കാണുമല്ലേ. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റി. അപ്പോൾ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള കുട്ടികളെ തമാശയും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നല്ലൊരു കല്യാണം അടിച്ചു പൊളിച്ച്. പെണ്ണിനും ചക്കരയും കണ്ടിട്ടില്ലല്ലോ അല്ലേ. ഇതാണ് പെണ്ണിനും ചക്കനും. അവരെ ഡാൻസ് എല്ലാം ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് തന്നെ ഡാൻസ് എല്ലാം. പക്ഷെ നമുക്ക് വീഡിയോൻ്റെ ഒന്നിച്ച് നമുക്ക് അവരെ ആ പാട്ടിടാൻ പറ്റില്ല. അവരെന്നല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നതായതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ. പകരം എന്തെങ്കിലും ചേരുന്നൊരു മ്യൂസിക് കിട്ടിയാലിടാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ ബന്ധുക്കൾ തന്നെയാണ്. ഇതാണ് അവർ 2 കളിക്കുന്നത്. ആ കറക്റ്റ് സമയത്ത് ക്യാമറമാൻ വന്ന് മുമ്പിൽ നിന്ന്, അതുകൊണ്ട് നന്നായിട്ട് എടുക്കാൻ കിട്ടിയിട്ടില്ല. ദേവൂട്ടിയാണ് പറഞ്ഞ പോലെ ഇത് ദേവൂട്ടിയാണ് എടുത്തതും കേട്ടോ. ദേവുവിന് പിന്നെ അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല. ഓളെ ഹൈറ്റിനനുസരിച്ച് ഓളെ ക്യാമറ വെച്ച് എടുത്തതാണ്. ഞാനങ്ങ് പോയി എടുത്തില്ല, കുറച്ച് മുന്നിൽ പോയി എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ദേവൂട്ടിക്ക് കൊടുത്ത ക്യാമറ. അപ്പോൾ നന്നായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. നല്ല പാട്ട് വരും. പാട്ടെനിക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ഒരു വിഷമം. പകരം ഞാനൊരു മ്യൂസിക് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഡാൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കല്യാണം എല്ലാം അടിച്ചു പൊളിച്ച് ഫുഡെല്ലാം കഴിച്ച്, ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, എന്നാലും നല്ല അടിപൊളി ഫുഡേനും. അതിൻ്റെ ഒന്നും വീഡിയോ നമ്മളെ തിരക്ക് കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്പാടിയും ദേവട്ടിയും പറഞ്ഞ് ലൈറ്റ്സിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എന്നെല്ലാം പറഞ്ഞെടുത്ത്. പക്ഷേ എങ്കിൽ അത്ര ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ലൈറ്റിൻ്റെ ആയതുകൊണ്ട് നമ്മളെ ക്യാമറ ഏടിയുമല്ല അത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് നമ്മളിങ്ങ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് പറയത്തക്കതായിട്ടൊരു വിശേഷം എന്ന് പറഞ്ഞാൽ വലിയൊരു വിശേഷം, ഇങ്ങനെ ഒരു റിസപ്ഷന് പോയി, അത് മാത്രമേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. അതുവരെ ബൈ.